അസ്സലാമു അലൈക്കും. ഫാസ്റ്റ് ബേക്സ് ആൻഡ് വ്ളോഗാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ തലക്കറിയുടെയാണ്. കേര, ചൂര, വറ്റ ഇതിൻ്റെ എല്ലാം തല എടുത്ത് കറി വയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക, അതിലോട്ട് തക്കാളി അരിഞ്ഞിടുക, കുറച്ച് ഒരു 6 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, എന്നിട്ട് 1/2 കപ്പ് വെള്ളത്തിൽ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അത് മാറ്റി വയ്ക്കണേ. അതിനുശേഷം കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് ചതച്ച് മാറ്റി വയ്ക്കുക. പിന്നെ തല കഴുകി നന്നായിട്ട് വൃത്തിയാക്കി കുടംപുളിയും ഉപ്പും ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കണം കേട്ടോ. അതിനുശേഷം ചട്ടി അടുപ്പിൽ വയ്ക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, ഉലുവ ഇടുക. ഉലുവ പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇല്ലേ, അതിട്ട് നന്നായിട്ട് വഴറ്റണേ. അതിന് ശേഷം നന്നായിട്ട് വഴന്നതിന് ശേഷം നമ്മുടെ കൊച്ചുള്ളി, ചതച്ച് വെച്ച കൊച്ചുള്ളി കൂടുതലിടാൻ കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടാം, എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അത്രയും ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഒരു ബ്രൗൺ കളറാകുന്നത് വരെ, ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണേ. വഴന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച മറ്റേ തക്കാളി പേസ്റ്റ് ഇല്ലേ, അതിടണം. അതിട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റി ഒരു നന്നായിട്ട് വഴന്നോട്ടെ. വഴലുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ വഴന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ 2 കപ്പ് വെള്ളം ആവശ്യത്തിന് ചാറ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഞാനൊരു 3 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ കുടംപുളി അത് ഒരു 6 ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അത് തിളപ്പിച്ചെടുക്കണേ. ഈ കുടംപുളി, ഉപ്പ് എല്ലാം കൂടെ നമ്മുടെ അരപ്പിലോട്ട് നന്നായിട്ട് പിടിക്കട്ടെ. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തല, ഇത് കേരത്തലയാണ്, ഇതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അത് മുങ്ങിക്കിടക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 കപ്പ് വെള്ളത്തിൻ്റെ കൂടെ പിന്നെയും 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് അത് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചുകൂടി ഉപ്പും കൂടി ഇട്ട് മൂടി വയ്ക്കാം. മൂടി വെച്ച് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് തിളച്ച് ഇങ്ങനെ നന്നായിട്ട് അരപ്പയിലൊക്കെ പിടിച്ച് നമ്മുടെ കഷ്ണമൊക്കെ അതിൽ അരപ്പൊക്കെ പിടിച്ചതിന് ശേഷം ഈ കഷ്ണമില്ലേ അതൊന്നും കൂടെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ 2 ഭാഗവും നന്നായിട്ട് അരപ്പ് പിടിക്കണമല്ലോ. അതിനുശേഷം ഞാൻ കുരുമുളക് പൊടി കുറച്ച് വിതറുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ. അതും ആയിട്ട് നന്നായിട്ട് വേവട്ടെ. വെന്ത് നന്നായിട്ട് കുറുകി നല്ല എണ്ണ തെളിയുമല്ലോ. എണ്ണ തെളിഞ്ഞതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി നല്ല മിക്സ് ചെയ്ത് അടിപൊളി തലക്കറി കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഞാൻ ചോറിൻ്റെ കൂടെയോ പത്തിരിയുടെയോ ചപ്പാത്തിയുടെ കൂടെയോ പിന്നെ കപ്പയുടെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.